എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശരൺജി ഗോവിന്ദ്. എന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ എല്ലാ വീഡിയോയിലും ഓരോരോ പുസ്തകങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ആ ദിവസം അന്നെങ്കിൽ ഏതെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ആ വിശേഷത്തെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുസ്തകമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ച കാര്യം ഞാൻ പറയാം. കാരണമേ ഞാൻ ഇന്നലെ തന്നെ, അതായത് ഇന്ന് 27-ാം തീയതി അല്ലേ, ഞാൻ 26-ാം തീയതി, അതായത് ഇന്നലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ എന്നൊരു ബുക്ക് വായിച്ച് എക്സ്പ്ലനേഷൻ ചെയ്തായിരുന്നു. അന്ന് തന്നെ ഞാൻ ലൈബ്രറിയിൽ പോയി ഞാൻ പുതിയ 3 പുസ്തകങ്ങൾ എടുത്ത് ആ പുസ്തകത്തിൽ ഒന്ന് അതേ ദിവസം തന്നെ വായിച്ച് തീരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ആ ദിവസം തന്നെ ഒരു ബുക്ക് വായിച്ച് എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പിറ്റേ ദിവസം ഇടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു ബുക്ക് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അടുത്ത ബുക്ക് ഇടാൻ പോകുന്നു. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ബുക്കാണ്. വലിയവർക്കും വായിക്കാം, പക്ഷേ കുറച്ച് പേജുകളേ ഉള്ളൂ, ആമുഖമില്ല. എന്നാലും വളരെ നല്ല ബുക്കാണ്. പേര് കേൾക്കുമ്പോൾ നമുക്കത് വായിക്കാൻ തോന്നത്തില്ല, പക്ഷേ അത് വായിക്കുമ്പോൾ നമുക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഈ ബുക്ക് എഴുതിയത് മുൽക്ക് രാജ് ആനന്ദാണ്. മുൽക്ക് രാജ് ആനന്ദല്ലേ, മുൽക്ക് രാജ് ആനന്ദ്. ആ ബുക്കിൻ്റെ പേര് മോറ എന്ന ഈ ബുക്ക് ഒരു കൊച്ചാനക്കുട്ടിയെ പറ്റിയാണ്. ആ കൊച്ചാനക്കുട്ടി വലുതാവുന്നതിനെ പറ്റിയാണ് ഈ ബുക്ക്. ഇതിനകത്ത് രസകരമായ ചിത്രങ്ങളുമുണ്ട്. ഇതാണ് അതിൻ്റെ, നമ്മൾ തുറക്കുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പേജ് ഇങ്ങനെയാണ്, കണ്ടോ? ഇതിൽ ഓരോ പേജിലും രസകരമായ ചിത്രങ്ങളുണ്ട്. ഈ മോറ ആദ്യഘട്ടത്തിലേക്ക് കുറേ പാഠങ്ങളും പഠിക്കുന്നുണ്ട്. ആദ്യമായി പഠിച്ച പാഠം ഏതാണെന്ന് വെച്ചാൽ ചുണ്ടലികളെ പറ്റിയാണ്. ചുണ്ടലിയെ കണ്ട ഓടണമെന്നും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മൂക്ക് കയറിപ്പോ. അപ്പം നല്ല കോമഡി ആയിരുന്നത്. പക്ഷേ ഒരു വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനെ വെടിവെച്ചിട്ട് ഈ ആന വേട്ടക്കാരെ, പിന്നെ എൻ്റെ അമ്മയെ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ അമ്മാവൻ തുഷിയുടെ കൂടെയാണ് ഇത് വളർന്നത്. അത് ഞാൻ അധികമൊന്നും പറയുന്നില്ല, കാരണം അധികമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കുന്ന ഇൻട്രസ്റ്റ് പോവും. എന്തായാലും വളരെ നല്ലൊരു ബുക്കാണിത്. ഇതിലെ ചിത്രങ്ങളെല്ലാം നമ്മളെ ആ സ്ഥലത്തോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അമ്മയും അപ്പോൾ ഈ ബുക്ക് വായിക്കുമ്പോൾ ഈ ബുക്ക് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മോറലുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ ബുക്ക് പറഞ്ഞു തരും. ആ ചൂഷണം ചെയ്യുമ്പോൾ ഒരു ജീവികളുടെ എക്കോസിസ്റ്റം മനുഷ്യർ നശിപ്പിക്കുന്നു. ഒരു ജീവിയുടെ അച്ഛനമ്മമാരിൽ നിന്ന് ആ ജീവികളെ അകറ്റുന്നു. ജൈവ വൈവിധ്യം നശിപ്പിക്കുന്നു. വയലുകൾ മണ്ണിട്ട് നികത്തുന്നു. അങ്ങനെ എന്തെല്ലാം രീതികളിൽ മനുഷ്യർ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു, അതെല്ലാം മനുഷ്യർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾ ഇതൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്തായാലും നല്ലോണം വളരണം. നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുക. എന്നിട്ട് പ്രകൃതിയെ നശിപ്പിക്കുന്നതിന് പകരം പ്രകൃതിയെ നമ്മുടെ കൂടെ കൊണ്ടു നടക്കുക. മരങ്ങൾ നടുക, ചെടികൾ നടുക, ഓരോരോ ചെടികൾ പുതുതായി നടുക. അങ്ങനെ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രകൃതിയെ പഴയതുപോലെ ആക്കാൻ പറ്റും. ഇപ്പോൾ പ്രകൃതിയെ നശിപ്പിക്കുന്ന കുറേ മനുഷ്യരില്ലേ, അവരെയൊക്കെ നിങ്ങൾ ബോധവൽക്കരണം ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കൊണ്ടാൽ നല്ലത്. എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള ആളുകൾ എങ്ങനെ മരം മുറിക്കുന്നെങ്കിൽ, മരം മുറിക്കരുത്, ആ മരം നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതല്ലേ എന്ന് പറയണം. പിന്നെ നിങ്ങളടുത്ത് ആരെങ്കിലും പ്ലാസ്റ്റിക്കുകൾ ഇട്ട് കത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയണം, പ്ലാസ്റ്റിക് കത്തിക്കരുത്, അത് പ്രകൃതിക്ക് ദോഷമാണ്. അത് ദോഷമാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. പ്ലാസ്റ്റിക് എന്നത് ഉണ്ടാക്കുന്നത് കെമിക്കൽസ് ഒക്കെ വച്ചിട്ടാണ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് മണ്ണിനടിയിൽ ഒരിക്കലും അലിയാത്ത ഒരു വസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. പക്ഷേ ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയരുതെന്ന് പറയുമ്പോൾ അത് അവിടെ കിടക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രകൃതിക്ക് എന്ത് ദോഷമുണ്ടാകും എന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തോന്നും. പക്ഷെ അതങ്ങനെയല്ല. ഈ പ്ലാസ്റ്റിക് അവിടെ കിടക്കുന്നത് കൊണ്ട് പ്രകൃതിയിലെ ഉള്ളിലെ ജീവജാലങ്ങളും
ജീവജാലങ്ങൾക്കൊക്കെ നശിച്ചു പോകും. അവിടുത്തെ ജൈവ വൈവിധ്യം മുഴുവനായി നശിക്കും. ഈ ജൈവ വൈവിധ്യം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഈ മണ്ണിലെ മണ്ണിലുള്ള അണുക്കൾ എന്നല്ല, ആ ബാക്ടീരിയയൊക്കെ ഉൾപ്പെടും. ബാക്ടീരിയ മണ്ണിലെയും പോലത്തെ വസ്തുക്കളില്ലേ, അവയൊക്കെ ചാവുമ്പോൾ അവിടെ അവശേഷിക്കുന്ന ആ ശരീരം അഴുകിപ്പോകുന്നത് മണ്ണിന് വളമായി ചേരും. അങ്ങനെ ജൈവ വൈവിധ്യം ഉണ്ടാകും. വൈവിധ്യം ആ ന്യൂട്രിയൻസ് ഒക്കെയാണ് നമ്മുടെ സസ്യങ്ങൾ എടുക്കുന്നത്. ആ സസ്യങ്ങൾ എടുത്ത് അതിൻ്റെ വേരിൽ നിന്ന് വെള്ളവും ലവണവും എന്ന് വെച്ചാൽ മറ്റുള്ള ചാണകം പോലത്തെ സാധനങ്ങൾ അത് വലിച്ചെടുത്ത് അത് തണ്ടിൽ കൂടെ ഇലയിലെത്തിക്കും. ആ ഇല നമ്മൾ ശ്വസിച്ചിട്ട് പുറത്തോട്ട് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ശ്വസിക്കുന്നത് ഓക്സിജനാണ്. ഇങ്ങനെയാണ് നമ്മൾ ശ്വസിക്കുന്നത്. നമ്മൾ വായിൽ കൂടെ ഓക്സിജൻ അകത്തോട്ട് എടുക്കും, എന്നിട്ട് മൂക്കിൽ കൂടെ പുറത്തോട്ട് വിടും. ഇങ്ങനെയാണ് നമ്മൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വേർതിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ സ്വീകരിക്കും. എന്നിട്ട് ഇലകളിൽ കൂടെ സൂര്യപ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും എടുത്ത് ഭക്ഷണം ഉണ്ടാക്കും. അത് മണ്ണിൽ നിക്ഷേപിക്കും. ഈ പ്രവൃത്തിയെ പറയുന്നതാണ് പ്രകാശ സംരക്ഷണം. ഇത് നിങ്ങൾക്ക് ഒരുപാട് ക്വിസുകളിൽ ഉപകാരപ്പെടും. അപ്പോൾ അടുത്തത് നിങ്ങൾ മറ്റൊരു മെയിൻ കാര്യം പറയാം. നിങ്ങൾക്ക് ചില പരിസ്ഥിതി ക്വിസാണെങ്കിൽ അത് എന്തായാലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഈ ഞാൻ പറയുന്ന 2-3-4 ആൾക്കാർക്ക് വേണ്ടിയാണ്. ഈ മണ്ണില്ലേ, മണ്ണിൽ നിന്ന് തണ്ടിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ തണ്ടിൽ നിന്ന് ഇലയിലേക്ക് എത്തിക്കുന്നതിനെ ഒരു പേര് പറയും. എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അതിൻ്റെ പേരാണ് സൈലം. പിന്നെ ഈ ബുക്ക് നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണം. ഈ ബുക്ക് വായിക്കുമ്പോൾ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങാൻ ഈ ബുക്ക് നിങ്ങളെ സഹായിക്കും. എന്തായാലും വായിച്ചു നോക്കണം. അപ്പോൾ എൻ്റെ പേര് ഷരൺ ജഗോൻ. നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് വേൾഡ് ഓഫ് നോളജ് ആണ്.